ഡിയേഴ്സ്, ഇന്ന് വന്നിരിക്കുന്നത് കേരള സാരിയുടെ ബ്ലൗസ് ഡിസൈനുമായിട്ടാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറിൽ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലെ ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ പേൾ ബീഡാണ്. നീഡിൽ നമ്പർ 10 ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ത്രെഡിലോട്ട് നമുക്ക് 4 ബീഡ്സ് ഇട്ട് കൊടുക്കാം. ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നീഡിൽ താഴത്തേക്ക് കുത്തി കൊടുക്കാം. അതിനുശേഷം 2 ബീഡ്സ് വരുന്ന ഭാഗത്തേക്ക് നീഡിൽ ഉയർത്തി കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന 2 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നീഡിൽ പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയും നമുക്ക് 4 ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ബീഡ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നതിലൊക്കെ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ബ്ലൗസ് പീസിൻ്റെ കസവിൻ്റെ 2 സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ പേൾ ബീഡ് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പേൾ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഗോൾഡൻ കളർ ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കണം. നേരത്തെ യൂസ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ഗോൾഡൻ കളർ ബീഡ്സും വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സിംഗിൾ ബീഡ്സ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ബീഡ്സ് എപ്പോഴും വെച്ച് കൊടുക്കാറ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടാറുണ്ട്. വൈറ്റ് പേൾ ബീഡിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ തന്നെ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഗോൾഡൻ കളർ കസവിൻ്റെ 2 സൈഡിലുമായിട്ട് ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഓവൽ ഷേപ്പിലെ ബീഡ്സ് വെച്ച് കൊടുക്കാം. 3 ബീഡ് വീതമാണ് വെച്ച് കൊടുക്കുന്നത്. ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മെഷറിംഗ് ടാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈക്വൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മുകളിലത്തെ ഭാഗത്തായിട്ട് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കസവ് വരുന്ന ഭാഗത്തും ബീഡ്സ് വെച്ച് കൊടുക്കണം. അതിന് പേൾ ബീഡാണ് യൂസ് ചെയ്യുന്നത്. സെൻട്രലായിട്ട് പേൾ ബീഡ്, അതിന് ചുറ്റുമായിട്ട് ഗോൾഡൻ കളർ ബീഡ്സ്.
പേൾ ബീഡിൻ്റെ ചുറ്റുമായിട്ട് 6 ഗോൾഡൻ കളർ ബീഡ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ കളർ ബീഡ്സ് 4 സൈഡിലും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ സെക്യൂർ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇതുപോലെ കസവ് വരുന്ന ഭാഗത്തും ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ബീഡ്സ് സ്പ്രെഡിങ് മെത്തേഡിൽ വെച്ച് കൊടുക്കണം. ഒരു വലിയ ഗോൾഡൻ കളർ ബീഡും അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ബീഡുമാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഒക്കെ മോഡലിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ 2 ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്